ഇത് ഓപ്പറേഷൻ റിസർച്ചിലെ ബിഗ് എം മെത്തേഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് മിനിമം 4x1 + x2 സബ്ജക്റ്റ് കൺസ്ട്രെയിൻസ് 3x1 + 4x2 > = 20 -x1 - 5x2 <= -50 x1 x2 > 0. ഇതിൽ -x1 - 5x2 <= ആണ് വരുന്നത്. ആ > ആക്കാൻ വേണ്ടിയിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഇക്വേഷൻ ഇപ്പോൾ കനോണിക്കൽ ഫോമിലാണ്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരുന്ന സമയത്ത് സെറ്റ് മിനിമം 4x1 + x2 + 0 s1 + s2 + ma1 + ma2 ആവും. s1 s2 എന്ന് പറയുന്നത് ഒരു സർപ്ലസ് വേരിയബിളാണ്. a1 a2 എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളാണ്. ഇപ്പോൾ കൺസ്ട്രെയിൻസിൽ 3s1 + 4s2 - s1 + a1 = 20 ആവും. s1 + 5x2 - s2 + a2 = 50 ആവും. ഇതിൽ നമ്മൾ റൂൾ വെച്ച് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആയിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IBFS ചെയ്യുക. അതിന് 2 റൂളാണുള്ളത്. ആദ്യത്തെ റൂൾ പറയുന്നുണ്ടെങ്കിൽ കീ എലമെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടാമത്തെ റൂൾ പറയുന്നുള്ളത് ബാക്കിയുള്ള റോനെ ഒറിജിനൽ റോ മൈനസ് കീ കോളം എലമെൻറ്റ് ഇൻറ്റു മോഡിഫൈഡ് കോളം റോ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ടേബിൾ വരുന്നത്. ടേബിളിൻ്റെ അകത്ത് മുകളിൽ x1 x2 s1 s2 a1 a2 പറഞ്ഞുള്ളത് ഇത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ചെയ്താൽ 4100 m എന്ന് പറയുന്നത് ഒരു വലിയൊരു വാല്യൂ ആണ്. ബാക്കിയുള്ള വാല്യൂവിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയൊരു വാല്യൂ ആണ് ഈ m എന്ന് പറയുന്നത്. അപ്പോൾ ZJ കാണാൻ വേണ്ടിയിട്ട് x1 കൺസ്ട്രെയിൻസിലെ വാല്യൂസ് 3 × m + 1 × m അപ്പോൾ 4m. അതുപോലെ അങ്ങനെ എല്ലാം ചെയ്യാം. ഇത് ZJ - EJ ചെയ്യുക. ZJ - EJ എന്ന് പറയുമ്പോൾ 4m - 4 9m - 1 -m കിട്ടും. -m ബാക്കി 0 കിട്ടും. അത് കഴിഞ്ഞാൽ ഇത് ZJ - EJ ഏറ്റവും മാക്സിമം വാല്യൂ ആയിട്ടുള്ള 9m - 1 എടുക്കുക. അപ്പോൾ ആ കോളമായിരിക്കും കീ കോളം എന്ന് പറയുന്നത്. എന്നിട്ട് ബി തീറ്റ ആണ്. തീറ്റ പറയുന്നത് b/a. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷനിലെ 2 വാല്യൂ 20ഉം 50ഉം. എ എന്ന് പറയുന്നത് കീ റോയിലെ 2 എലമെൻറ്റ് 4ഉം 5ഉം ആണത്. അപ്പോൾ 20/4 5ഉം കിട്ടും. 15/5 3ഉം കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് മിനിമം വാല്യൂ എടുക്കുക. ആ മിനിമം വാല്യൂ വരുന്ന റോ ആണ് കീ റോ എന്ന് പറയുന്നത്. ആ 2 ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന പോയിൻ്റാണ് ഈ കീ എലമെൻറ്റ്. എന്നിട്ട് ആ കീ എലമെൻറ്റ് കിട്ടുന്ന കോളം A2ലേക്ക് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് x2 A2 എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മാറ്റുക. അപ്പോൾ അങ്ങോട്ടും കൊണ്ട് മാറും. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ പിന്നെ ചെയ്യുക. ലാസ്റ്റ് ഒപ്റ്റിമം സൊല്യൂഷൻ x2 = 5ഉം കിട്ടും, x1 0 കിട്ടും. അങ്ങനെ സെറ്റ് മിനിമം 4 × 0 + 5 അത് 5 കിട്ടും.